ഗൈസ് അങ്ങനെ നമ്മുടെ ഹായ് ഗൈസ്, നമുക്കിന്നൊരു സ്വീറ്റ് ആൻഡ് സാൾട്ട് പലഹാരം ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് നമുക്ക് ഈ ബൗളിനകത്തോട്ട്, ഈ ബേസിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടിയത്. മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതിനകത്ത് ഒരു 3-4 ഏലക്കായും കൂടെ ഞാൻ ചേർത്തായിരുന്നു. അതും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഒന്നും ഇതാകണ്ട, നമുക്ക് പൊടിയായതല്ലേ പഞ്ചസാര. ഇതിപ്പം ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അമ്മയും അച്ഛനുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഒന്നും പതിഞ്ഞ് വരണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇതിനകത്തേക്ക് നമുക്കിനി മൈദ ചേർത്ത് കൊടുക്കാം. അപ്പം മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം, ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം, ഏത് വേണോ അത് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. മൈദ ഹെൽത്തിന് അത്ര നല്ലതല്ല, പക്ഷേങ്കിൽ ഇപ്പം ഞാനിവിടെ മൈദ വെച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ, നമ്മുടെ മാമൂല് കപ്പിൽ 2 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ മൈദാപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സോഡാപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിൽ ഒരു ശകലം കൂടെ കട്ടിയായിട്ടിരിക്കണം. ഇപ്പം ഞാൻ ചെയ്ത് വരുമ്പോഴേ ഓരോരുത്തർക്കും മനസ്സിലാകും ഇതെന്താണെന്നുള്ളത്. നമുക്ക് പിന്നെ തികയാത്തതിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ശകലം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിന് ഇച്ചിരി കളറും കൂടെ ചേർക്കാതെ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നിനകത്ത് ഒരു കളർ ഇടുന്നു, ഇനി ഒന്നിനകത്ത് ഒരു കളർ റെഡ്, ഒരു കളർ യെല്ലോ കളറും ഇടുന്നുണ്ട്. നമുക്ക് കളർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇവിടെ 2 കളർ കൊടുത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത്രയും കട്ടിയിലിരിക്കണം. ഞാനിപ്പോൾ 2 കളറിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണയിലോട്ട് നമുക്ക് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈനിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൈദ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സിസറിൽ കട്ട് ചെയ്തതായിരുന്നു. ആദ്യം നമുക്ക് റെഡ് കളർ ഇട്ട് കൊടുക്കാം, കൂടെ ഇച്ചിരി യെല്ലോയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു കളറായിട്ട് കാണും. ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സിസർ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. ഇച്ചിരി ഏലക്ക കടിച്ചതാണ്, അതങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടാലും മതി. നമുക്ക് ഈസിയാകും. നമ്മൾ പരത്താനോ ഇതിനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയ്ക്കകത്തോട്ട് പെറുക്കി ഇട്ടാലും മതി. കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്.
കണ്ടോ. ഇതിന് മൂത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പെട്ടെന്നാകും, ഈസിയാണ്. കണ്ടോ, എണ്ണയിലിട്ട് കഴിയുന്ന ഉടനെ നന്നായിട്ട് അതിങ്ങി പൊങ്ങി വരും. ഇപ്പം നല്ല കളറുണ്ടെങ്കിൽ നല്ല റെഡായിട്ട് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പഞ്ചസാര പൊടിച്ചത് ചേർക്കാതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഞ്ചസാര പാനിക്കകത്തോട്ട് പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് മുക്കിയെടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. ഇത് പഞ്ചസാര പാനിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ എടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ഇപ്പം എൻ്റെ കയ്യിലിരുന്ന റെഡ് കളർ അങ്ങ് തീർന്നു പോയായിരുന്നു. പിന്നെ ഞാൻ ഈ ടൊമാറ്റോ റെഡിൻ്റെയാണ് ഇട്ടത്. പക്ഷെ അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മാമൂലി ചുമന്ന കളറ് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 കളറാക്കിയത്. ഇപ്പോൾ യെല്ലോ കളർ നമുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇത് പിങ്ക് തന്നെ ഇട്ടതായിരുന്നു. പിങ്ക് അല്ല, റെഡ് കളർ. പക്ഷെ നമ്മൾ റെഡ് കളർ ഇട്ടാലും അത് മൂത്ത് വരുമ്പോൾ ആ കളർ തന്നെയാണ്, നമ്മുടെ ആ ബ്രൗൺ കളർ തന്നെയായി വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ എണ്ണയിൽ പൊരിച്ചെടുത്ത സ്വീറ്റ് ആൻഡ് സാൾട്ട് പലഹാരം ഇവിടെ, സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമാകും, ഒരു ചെറിയ മധുരവും ഉപ്പും എല്ലാം കൂടെ ആയിട്ട്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.